അവധി ദിനത്തിലും പ്രചാരണത്തിൽ സജീവമായി തെക്കൻ കേരളത്തിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും വ്യക്തികളെ കാണുന്നതിനും ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിഷു ആശംസകൾ, ഒപ്പം ഭരണഘടനാ ശില്പി അംബേദ്കർ ജയന്തി, പിന്നെ ഞായർ അവധിയും. അതിനാൽ തന്നെ പരമാവധി വോട്ടർമാരെ കാണുന്നതിലുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ രാജാജി നഗറിലെ അംബേദ്കർ പ്രതിമയിലെത്തി പുഷ്പാർച്ചന നടത്തി. പിന്നീട് ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കുന്നത്തുകാൽ പഞ്ചായത്തിലാണ് പന്ന്യൻ മണ്ഡല പര്യടനം തുടരുന്നത്. ആറ്റിങ്ങലിലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയി വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിലാണ് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പൊന്മുടി അടക്കമുള്ള പ്രദേശങ്ങളിലും സന്ദർശനം നടത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ശശി തരൂർ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തി. ബൂത്ത് യോഗങ്ങളിലും പങ്കെടുക്കും. അടൂർ പ്രകാശിന്റെ മണ്ഡല പര്യടന പരിപാടി തുടരുന്നു. ഇരു മണ്ഡലങ്ങളിലെയും BJP സ്ഥാനാർത്ഥികളും പ്രചരണത്തിൽ സജീവമാണ്. കൊല്ലത്ത് M മുകേഷ് MLA രാവിലെ അമ്മ വിജയകുമാരിയെ കണ്ട് കൈനീട്ടം വാങ്ങിയ ശേഷമാണ് പ്രചരണ പരിപാടി ആരംഭിച്ചത്. അദ്ദേഹം ചവറയിൽ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പുനലൂർ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം തുടരുന്നു. പത്തനംതിട്ടയിൽ ഇടതു സ്ഥാനാർത്ഥി TM തോമസ് ഐസക് റാന്നി മണ്ഡലത്തിലെ രണ്ടാംഘട്ട പര്യടനത്തിലാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശോജ്വലമായ സ്വീകരണമാണ് തോമസ് ഐസക്കിന് ലഭിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പൂഞ്ഞാറിലും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി കോന്നി മണ്ഡലത്തിലുമാണ് പ്രചരണം തുടരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.